ഒരു വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് കിടക്കണത്. ഈ 6 വർഷമായിട്ട് ഇവരും ഇവിടേക്ക് വരാറില്ല. മണലൊക്കെ ഇങ്ങനത്തെയൊക്കെ മണലൊക്കെ കണ്ടിട്ട് കാലത്രയില്ലേ. ഇത് ഏറ്റത്ത് വന്ന് നിൽക്കാൻ പറ്റും ചേട്ടന്? ഒരു ധൈര്യം കാണിച്ചിട്ട് നമ്മളെ കാത്തിരിക്കുന്ന പലഹാരങ്ങൾ അതെ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞങ്ങൾ ഒരു വർഷം മുമ്പ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോകണേട്ടോ. എൻ്റെ അമ്മയുടെ കൂട്ടുകാരി അമ്മയുടെ ഒപ്പം സെൻറ്റ് ആൻ്റണീസ് അമ്മാടം സ്കൂളിൽ 10 വരെ പഠിച്ചിട്ടുള്ള മേരി ആൻറ്റിയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഒരു കൊല്ലം മുന്നേ ഞങ്ങൾ വന്നിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടാലാണ് ഇപ്പോൾ ഈ വീടിൻ്റെ മാറ്റം മനസ്സിലാവുള്ളൂ. ആ ഒരു കൊല്ലം മുന്നത്തെ വീട് എന്തായിരുന്നു, ഇപ്പം എന്താണെന്നുള്ളത് ഞങ്ങൾ കണ്ടിട്ടില്ല. ആ വീഡിയോയിലേക്ക് പോണേനേക്കാൾ മുൻപ് ഒരു കുഞ്ഞ് പ്രൊമോഷൻ ഉണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മുടെ ദിവ്യലത്തിയാണ് കേട്ടോ. അത് ജോർജറ്റ് ഡ്രസ്സ് ചോദിച്ചിട്ട് കുറേ പേര് വരാറുണ്ട്. കാരണം കുറച്ച് തടിയുള്ളവർക്ക്, പിന്നെ അതുപോലെ തേക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് എങ്ങടെയും ഇങ്ങോട്ട് പോകുമ്പോഴേക്കും ഇടല്ലേ വേണ്ടോ. അപ്പോൾ അതെ, അപ്പോൾ അങ്ങനെയുള്ളവർ വന്നിട്ട് ജോർജറ്റ് ഇല്ലേന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് മാത്രം, ആ മെറ്റീരിയലിൻ്റെ മാത്രം നമ്മുടെ ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല. അതും ഞങ്ങളിപ്പോൾ കുറച്ച് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുണ്ടെന്ന് പറയായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഒരു കൊല്ലം മുന്നത്തെ ആ വീട് എന്തായിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ വീട് ദേ എൻ്റെ അമ്മയുടെ കൂട്ടുകാരി മേരി ആൻറ്റിയുടെ വീടാണ്. മേരി ആൻറ്റിയുടെ 3 പെൺമക്കളാണ്. അതിലത്തെ രണ്ടാമത്തെ മോളുടെ വീടാണിത്. ഒരു 5-6 വർഷം മുന്നേ ഒരു വാങ്ങിയ വീടാണ് കേട്ടോ. അപ്പോൾ അവർക്ക് മുന്നത്തെ ആൾക്കാർക്ക് ഇത് പണി പൂർത്തിയാക്കാൻ പറ്റാണ്ട് അവർ വിറ്റ് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് കിടക്കണത്. ഈ 6 വർഷമായിട്ട് ഇവരും ഇവിടേക്ക് വരാറില്ല. അപ്പോൾ ഈ വീടാണ് നമ്മുടെ ആൽവിനെ ഏൽപ്പിച്ചേക്കാണ് മേരി ആൻറ്റി. നമ്മുടെ വീട് കണ്ടിട്ട് ഒന്ന് പൊടി തട്ടിയെടുക്കണം. നമ്മുടെ റാംജി റാവുവിൽ ബസ് ഇത് പണിയാനായിട്ട് ഇന്നസെൻ്റ് കൊടുത്തില്ലേ, എനിക്കതാണ് ഓർമ്മ വന്നത് ഈ വീട് കണ്ടപ്പോൾ. വീടിൻ്റെ ഉള്ളൊന്ന് കയറി കാണാം നമുക്ക് കേട്ടോ. ഇതിവിടെയൊക്കെ കാടായിരുന്നു, ഇതുപോലത്തെ കാടായിരുന്നു. ഈ കാടൊക്കെ വെട്ടി തെളിച്ചിട്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് കയറിയത്. ചുറ്റുപാടൊക്കെ കാട് പിടിച്ചെടുക്കുക. കയറാൻ കേട്ടാ. പടിക്കെട്ടുകളൊന്നും ആയിട്ടില്ല. റോഡൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ വണ്ടി എടുക്കേണ്ടത് ഇവിടെ. അപ്പോൾ കടക്കണോടത്ത് സിറ്റ് ഔട്ട് വെട്ടുകല്ലാണ് പടം തോന്നുന്നത്. അവിടെ നിറയെ ചെതലായിരുന്നു. ഇപ്പം അവർ ആദ്യം തന്നെ വീട് ഇത് പണിയാൻ തുടങ്ങണതിന് മുന്നേ തന്നെ പെസ്റ്റ് കൺട്രോളും മറ്റേ ചെതലിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. അത് ചെയ്തിട്ട് ഇനിയാണ് ഇവിടെ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ വീട് ആദ്യം ഇങ്ങനെ ഒന്ന് കാണാം. ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള വീഡിയോ പിന്നെ നമുക്ക് കാണാം. അപ്പം ഇവിടെ ഇങ്ങനെ കയറുമ്പോൾ ഒരു നീളത്തിൽ ഹോളിലേക്ക് കയറി അപ്പം തന്നെ ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് അടുക്കളയാണ് കണ്ട, വലിയ അടുക്കള. പക്ഷെ ഇത് മാറ്റിയത് ലിവിങ് റൂം ആക്കുന്നതാണ് ആൽവിൻ പറഞ്ഞേക്കണേ. ആൽവിൻ ഇതിൻ്റെ പ്ലാൻ എടുത്തിട്ട് കംപ്ലീറ്റ് ചേഞ്ചാക്കി. അപ്പോൾ ഇത് ഈ ചുമരൊക്കെ കളഞ്ഞ് ഇത് ലിവിങ് ഏരിയയാക്കും. ഹോളിനോട് ചേർക്കുമ്പോൾ ഇവിടെ സൗകര്യം. ഇനി എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒരു അടുത്ത വർഷമല്ല, മാർച്ചിലാണ് പണി തീർക്കാമെന്ന് പറഞ്ഞേക്കണേ. മാർച്ചിൽ നമുക്ക് വന്നിട്ട് ഇതിൻ്റെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കാം. അപ്പോൾ ഇത് കണ്ടാലാണ് അപ്പോൾ വരുന്ന മാറ്റം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ വർക്ക് ഏരിയ ദേ കണ്ട, ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട്. പിന്നെ വീണ്ടും ഒരു വർക്ക് ഏരിയയും കൂടി ഉണ്ട്. ഇവിടെ ബാത്റൂമായിരിക്കണം, അത് സ്റ്റോർ റൂമാണ്. അപ്പോൾ ഇതൊക്കെ വർക്ക് ഏരിയയിലേക്ക് ചേർക്കും. പിന്നെ വർക്ക് ഏരിയ ഇവിടെ ഇത് അടുക്കളയാക്കും. പിന്നെ വർക്ക് ഏരിയ പുതിയതായിട്ട് കുറച്ചുകൂടി കൊണ്ട് നീട്ടിയിട്ട് എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വർക്ക് ഏരിയയിൽ വേറൊരു ബാത്റൂം പുതുതായിട്ട് എടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ സൈഡ്. ഇനി ഹോളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളിലേക്ക് കടന്നാൽ ഇനി ഈ ഹോളിൽ നിന്ന് ഈ സൈഡിൽ അപ്പുറത്തെ സൈഡാണ് അടുക്കളയൊക്കെ നമ്മൾ കണ്ടത്. ഇപ്പുറത്തെ സൈഡിലേക്ക് കിടന്നാൽ 2 ബെഡ്റൂമാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. നോക്കിയേ, ഇങ്ങനത്തെയൊക്കെ മണലൊക്കെ കണ്ടിട്ട് കാലത്രയില്ലേ. നമ്മളിപ്പോൾ പാറപ്പൊടി കൊണ്ടല്ലേ, ഇത് ഭാരതപ്പുഴ മണലായിരിക്കും. അപ്പോൾ മണൽ ഇതേ നിറയെ കുഴിയാനകൾ. പിന്നെ ഇതേ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. നല്ല സൗകര്യമുണ്ട് ബാത്റൂം. ബെഡ്റൂമുകളായാലും നല്ല സൗകര്യമുണ്ട്. ഈ ജനലൊക്കെ മാറ്റും. ഈ ജനല പൊളിച്ചെടുത്തിട്ട് മറ്റേ നമ്മുടെ വീട്ടിലെ പോലത്തെ സ്ലൈഡിങ് ഡോർ ആക്കും. അതുപോലെ കുഴിയാനേരെ കുഴി കാണിച്ചോ? അല്ല, നീ പറഞ്ഞ മാന്തിരിക്ക് കുഴിയാനെ അതല്ല രസം. ശരീരക്ക് ഒരു കുഴിയാനെ മാറ്റി ആ വലിയ കുഴി മാന്തി
ഈ വലിയ കുഴി നമ്മൾ എന്തൊട്ട് ചെയ്യുന്നറിയോ ഇങ്ങനെ അതൊക്കെ അയ്യോ എനിക്ക് വയ്യ ചേട്ടാ ഊതാൻ. എന്നാ ശരി, ആ വേരലുണ്ട് പൊക്കിരുത്ത കിട്ടുമോ നോക്ക്. ഊതണം ആദ്യം ഊതിയിട്ടാണ് ഞങ്ങളതിന് മണ്ണെടുത്തിട്ട് വേണ്ട കുഴിയാനേരെ പരിപാടി ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ. എവിടെയൊക്കെ കുഴികൾ കണ്ട പെസ്റ്റ് കൺട്രോൾ ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ. പിന്നെ ഇനി മറ്റേ ഇതൊക്കെ എടുക്കും, ഈ കട്ടിലൊക്കെ എടുക്കും. ഈ മരത്തിൻ്റെ ഇനി ഇവിടെ വെക്കില്ല. ഒന്നാമത്തേല് ഇവിടെ ഇവര് UK പറഞ്ഞില്ലേ, ആൻറ്റീൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീട്. അപ്പം അവർ വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ താമസിക്കാൻ, അപ്പോൾ പൂട്ടിയിടും മിക്കവാറും വീട്. അപ്പോൾ പിന്നെ ദേ വെട്ടുകല്ലുമാണ്. അപ്പോൾ ചെതൽ വരാൻ ഭയങ്കര സാധ്യത കൂടുതലാണ്, ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ വീട്ടിലത്തെ പോലത്തെ കട്ടില ആക്കും, ഇതൊക്കെ എടുക്കും. പിന്നെ ഇതിൻ്റെ നേരെ ഇപ്പുറത്ത് തന്നെ അടുത്ത ബെഡ്റൂം. ഇതേ നല്ല സൗകര്യം അത് നോക്കി, അത് കാണിച്ചു കൊടുക്ക്. കടന്നലും കൂട് കടന്നൽ ഉപേക്ഷിച്ചു പോയ കൂടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ധൈര്യമായിട്ട് നിൽക്കണേ. വവ്വാലുകൾ 2 ഇവിടെ ഞാൻ എടുക്കണ്ട. അവർക്ക് പെസ്റ്റ് കൺട്രോൾ ചെയ്തിട്ടൊന്നും അതൊന്നും പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ചിലപ്പോ എല്ലാം ആ മൂലയിലുണ്ട്, ഈ മൂലയിലുണ്ട്. ഈ റൂമുകളൊക്കെ നല്ല സൗകര്യമുണ്ട്. റൂം കേട്ടോ. ഈ റൂമിന്റെ ബാത്റൂം കുറച്ച് ചെറുതാണ്. അപ്പൊ അത് ആ ചുമര് പൊളിച്ചിട്ട് കുറച്ചും കൂടി അങ്ങട് അവിടെ വർക്ക് ഏരിയ വരണേ, അങ്ങട് കയറ്റിയിട്ട് ഈ ബാത്റൂമിനെ ഒന്ന് വലുതാക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ ജനലിന്റെ ആ സൈഡിൽ ജനലിന്റെ അവിടെ വരെ നടന്നു. വീടിന്റെ പുറം സൈഡ് ഇങ്ങനെയാണ്. ഇങ്ങനെ ഈ ജനലൊക്കെ തന്നെയായിരിക്കും, ഇതൊന്നും മാറ്റല്ലേ എന്ന് പറഞ്ഞേ. തുരുമ്പായി തുടങ്ങി കമ്പികളുമൊക്കെ. പിന്നെ ജസ്റ്റ് ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ടുള്ളൂ. ഈ ഇലക്ട്രിക്കിൻ്റെ ഇതെല്ലാം മാറ്റണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ കുറേ അങ്ങനത്തെ പണികളും ഉണ്ട്. ഇനി നമ്മൾ മോളിലേക്ക് കയറാം. മുകളിൽ ഒരു ബെഡ്റൂമാണുള്ളത് അല്ലേ? നോക്കി നോക്കാം. കയറി വരുമ്പോൾ ഒരു ഹോള്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ വെക്കുമല്ലേ, ഹാൻഡ് റെയിൽ വെച്ച് കൊടുക്കും. പിന്നെ ഇങ്ങോട്ട് ഒരു ബാൽക്കണി, അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ബെഡ്റൂം. ഇതാ മുകളിലത്തെ ഒരു ബെഡ്റൂമിൻ്റെ നേരെ മുകളിലാണോ ബെഡ്റൂം. അതേപോലെ അയ്യോ ഭയങ്കര വലിയ ബാത്റൂം, ഓടി കളിക്കാനുള്ള സ്ഥലമുണ്ട്. അയ്യോ ലോകം മുഴുവൻ വലിയ ബാത്റൂമാ. ഇവിടെ മേരി ആൻറ്റി ഇവിടെ ഉണ്ട് കേട്ടാ. വെറ്റേരിയൻ ഡ്രൈ ഏരിയ തിരിക്കാനായിട്ട് അല്ലേ. ഇവിടെ ഒന്നും പിന്നെ ജനലൊന്നും വെച്ചിട്ടില്ല. അതിനുള്ള മുന്നത്തെ ആൾക്കാർക്ക് അത് തീർക്കാനായിട്ടുള്ള പൈസ ഇല്ലാണ്ടാന്ന് തോന്നുന്നു. അവര് പിന്നെ ഇങ്ങനെയൊക്കെ അത് വിറ്റുപോയി. ശരിക്കും മറ്റേ ഇതിലത്തെ ഈ മണിശ്രദ്ധ അങ്ങോട്ട് നോക്കണ പോലെ തോന്നിക്കും. എങ്ങട് മറ്റേ ഈ മഹാദേവന്റെ വീട്ടിലേക്ക് നോക്കണ പോലെയാ ഇതിൽ നോക്കുമ്പോ ഇതൊക്കെ. എനിക്കൊന്നും തോന്നണില്ലേ. നമ്മള് പണ്ട് പൂക്കളിടാനായിട്ട് അരിഞ്ഞിടണ ഒരു ഇലയായിരുന്നു ഇത്. ഈ ഇല പൊടിയായിട്ട് അരിഞ്ഞിടും. നല്ല നല്ല ഭംഗിയുള്ള കളറാ ഈ ചെടിയുടെ ഇലക്ക്. ഇത് ഫ്രണ്ട് ഭാഗം. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ അവസ്ഥ. മുകളിലൊരു ഗുഹയുണ്ട്. സാധനങ്ങള് പണ്ട് അങ്ങനെയല്ലേ, ബാത്റൂമുകളുടെ മുകൾ ഭാഗം ഒരു ഗുഹയാക്കും. ബാത്റൂമുകളൊക്കെ 7 അടിയിലാണ് വാർക്കുക. 10 അടിയിലാണല്ലോ നമ്മുടെ മെയിൻ റൂഫ് പോവുക. അപ്പം അതിൻ്റെ ഇടയിലത്തെ 3 അടി ഗ്യാപ്പ് ഒരു ഗുഹ, സ്റ്റോറേജ് സ്പേസ്. എന്നിട്ട് ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ കൊണ്ടിടും. ഒന്നും കളയില്ലേ, ഒക്കെ എടുത്തേക്ക് അതിൻ്റെ ഉള്ളിൽ. നമ്മൾ TV ഫ്രിഡ്ജൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പെട്ടികൾ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കും. അറ്റത്തേക്ക് പോവല്ലേ വീഴും. അയ്യോ ഇവിടെ വഴിക്ക് വീഴും. ഇനി പുറത്തേക്ക് ഇവിടെ ഒരു ബാൽക്കണി വേണേ ഇവിടെ വരെ വരുമായിരിക്കും. അത് കുറച്ച് ഏരിയ നടക്കാം. കുറെ ദൂരമുണ്ട്. ഇത് ഈ അറ്റത്ത് വന്ന് നിൽക്കാൻ പറ്റും ചേട്ടന്? ഇല്ല മുട്ട് പറിക്കും. വേണ്ടീ ഒരു ധൈര്യം കാണിച്ചിട്ട്. എനിക്കൊന്നും തോന്നുന്നില്ലേ, അതുകൊണ്ടാ. ഒന്നും തോന്നില്ല. കാലം തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലിഞ്ഞിരിക്കാം. അപ്പൊ ഈ ചിരി കിട്ടില്ലേ? ഇത് നോക്കി കഴിഞ്ഞാൽ കോണി കാണാം. ചീമക്കൊന്നകളാണ് ഇവിടെ നിറയെ. കഴിഞ്ഞില്ലേ? ഇനി നമ്മൾക്ക് ഈ വീടിന്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞങ്ങൾ മാർച്ചിലാണ്. ബാക്കിലുണ്ടെന്ന് വീടിന്റെ ബാക്കിൽ ഇങ്ങനെ സ്ഥലം ഉണ്ട് കേട്ടാ. അങ്ങോട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്യാം.
ഈ സൈഡിലുണ്ട് സ്ഥലം. ഇത്രയും സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഷീറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒരു ജിമ്മൊക്കെ സെറ്റ് ചെയ്യാം. ഇവിടെ ഈ ഭാഗം തിണ്ണയൊക്കെ കെട്ടി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇവിടെ. അപ്പോൾ കണ്ടല്ലോ ഈ വീട്. ഈ വീടിൻ്റെ 2024 സെപ്റ്റംബർ മാസത്തിൽ ഇന്ന് എത്രാം തീയതിയാണ്? 24. സെപ്റ്റംബർ മാസം 24-ാം തീയതിയാണ് നിങ്ങൾ ഈ വീട് ഇപ്പം കാണുന്നത്. ഇനി 2025 മാർച്ച് മാസത്തേക്ക് പണി തീർത്ത് കൊടുക്കുന്നതാണ് ആൽവിൻ പറഞ്ഞിട്ടുള്ളത്. അത് എത്രത്തോളം മാർച്ചിൽ തീരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് തീരുമ്പോൾ അത് ഏത് മാസമാണെന്ന് അപ്പം പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീട് കണ്ടിട്ട് നമുക്ക് ഞെട്ടാം. അപ്പോൾ വീട് കണ്ടല്ലോ. അപ്പോൾ ഞങ്ങളും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. എന്തൊക്കെയാണ് ആൽവിൻ കാട്ടി കൂട്ടിയുള്ള ഒരു എങ്ങനെയാണ് ആ വീടിനെ മാറ്റിയേക്കണത് എന്ന് കാണാൻ ഭയങ്കരമായ ആഗ്രഹമുണ്ട്. വീടിൻ്റെ പണി കഴിഞ്ഞ് ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടാ. കുറച്ച് നാളായി നമ്മൾക്ക് ഷൂട്ട് ചെയ്യണ്ടേ, മേരി ആൻറ്റിയുടെ വീട് ഷൂട്ട് ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ചെയ്യാന്ന് പറഞ്ഞ ലാസ്റ്റ് ഇപ്പം ഇന്ന് നമ്മൾ വരാണ്. അല്ല നിങ്ങൾ കണ്ടല്ലോ, ഇനി ഞങ്ങൾ കാണട്ടെ. എൻ്റെ ദൈവമേ, അന്നൊരു കുന്നത്തെ ഒരു വീട് മാറ്റം മതിലൊക്കെ എമറാൾഡ് വില്ല. അല്ലാന്ന് ഭയങ്കര ഹൈറ്റിലല്ലായിരുന്നേ, താഴ്ത്തിയാ? ഭയങ്കര ഹൈറ്റുള്ള വീടല്ലായിരുന്നു. ഇവിടെ ഒക്കെ താന്നും കിടന്ന് ഇങ്ങനെ കുന്നത്തൊരു സാധനത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ വലിഞ്ഞു കേറിട്ടാ വന്നു. മാറ്റം എമറാൾഡ് വില്ല. ഇവിടെ അടിപൊളിണ്ടല്ലോ മിറ്റം. മിറ്റം കിണറ് അല്ല കിണറ് അല്ല, ഈ സാധനം ഒരു വൃത്തിയേട്. ഇത് ഈ സാധനം ഇത് കണ്ണ് പറ്റാതിരിക്കാൻ വേണ്ടി വീടിന് അങ്ങനെ ഒരു സാധനം കറണ്ടിന്റെ ആണ്. അത് മാറ്റിട്ട് എവിടെ മേരി ആന്റിയോടെ അങ്ങോട്ട് ഈ മിറ്റത്തിന്റെ അവിടേക്ക് നടക്കാം. അല്ല ഞങ്ങളിങ്ങനെ അത്ഭുതത്തോടു കൂടി നിൽക്കുന്നു. അന്ന് വന്ന് കണ്ട അന്നൊരു പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. കാടൊക്കെ പിടിച്ചിട്ട് പാമ്പുണ്ടാവോന്നൊക്കെ പേടിച്ചിട്ട് ഞങ്ങള് അത് കാണണം. അപ്പോഴല്ല അതിന്റെ മാറ്റം മനസ്സിലാവും ആളുകൾക്ക്. അമ്മ അതിന് കാലുമ്മ ഒരു പരിക്ക് പറ്റിയിരിക്കുക. അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കാലുമ്മ വരെ പരിക്ക് പറ്റും. കാലുളുക്കിയിട്ട്. അപ്പൊ ഇതാണ് മേരി ആന്റി. ആ വീഡിയോയിൽ കണ്ടില്ലേ? അപ്പൊ ഒരു കൊല്ലം മുന്നത്തെ മേരി ആന്റിന്ന് ഇപ്പോഴത്തെ മേരി ആന്റിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ലേ? വീടിന് മാറ്റമുള്ള പോലെ. അപ്പൊ നമുക്ക് കാണാം വീട്. വാ. സിറ്റ് ഔട്ട് ഉണ്ടായിരുന്ന അന്ന്? പക്ഷെ കൊറേ മാറ്റിയുണ്ട്. അപ്പോൾ മേരി ആന്റിയുടെ രണ്ടാമത്തെ മോള്, 3 പെൺമക്കളാണ്. രണ്ടാമത്തെ മോളുടെ ആണ് ശരിക്കും ഈ വീട്. രണ്ടാമത്തെ മോളുടെ ഹസ്ബൻഡിന്റെ അച്ഛനമ്മയാണ് കേട്ടോ അവര്. എവിടെയപ്പോ വീട്? ഇവര് കൊച്ചിയിലായിരുന്നു. കൊച്ചിയിലായിരുന്നു. ഇപ്പൊ ഇവിടെ ഇവിടെ താമസിക്കണു അല്ലേ? മോളും ഹസ്ബൻഡൊക്കെ പോയില്ലേ? അവര് വന്നിട്ടില്ല അല്ലേ? വീടിന്റെ അവര് കണ്ടിട്ടില്ല വീട്. അവരപ്പൊ ഈ വീഡിയോ ഇരുന്ന് കാണട്ടെ. വിസേര ഇതൊക്കെ ആയിട്ട് ലീവിന്റെ ഇതൊക്കെ ആയിട്ട് അല്ലേ? അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമുക്കിനി വീട് കാണാം. നമുക്ക് മറ്റേ വീഡിയോ ഇരുന്ന് കാണാം, പഴയ വീഡിയോ. ഇവിടെ ചുമരായിരുന്നു അല്ലേ? ഇവിടെ ചുമരായിരുന്നു. അത് കളഞ്ഞിട്ട് ഇങ്ങനെ ഹോള് ലിവിങ് ഇങ്ങനെയാക്കി. ഇത് കിച്ചണായിരുന്നു. ഇത് കിച്ചണായിരുന്നു. കിച്ചണായിരുന്നു. അത് പുറത്തേക്ക് ഇങ്ങനെ ഡോർ കൊടുത്തു അല്ലേ? ഇത് അടുക്കളയാക്കി. കൊറേ പലഹാരങ്ങൾ ഇരിക്കണ്ടല്ലോ ഞങ്ങൾക്ക്. എന്നാ പിന്നെ നമുക്ക് ആദ്യം അടുക്കള കാണാം. വെച്ചേക്കണല്ലേ? കുഴലപ്പം, അച്ചപ്പം നോക്കിയേ. നമ്മളെ കാത്തിരിക്കുന്ന പലഹാരങ്ങൾ. നിങ്ങളൊരു വീഡിയോയിൽ കാണിക്കില്ല. എവിടെ നിന്ന് എടുത്തത്? ഇത് ചോരുന്ന. അതെ, ഒതുങ്ങിയിരുന്നോളൂ. 4 പേര് കഴിക്കും.
ഇവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി നേരെ ചൂട്ടോട് കൂടി ഇവിടെ കൊടുക്കാം. കഴിക്കാം. അല്ലെങ്കിൽ പിന്നെ അവിടെ വരെ പോകണ്ടേ അങ്ങ്. ആ അല്ല അതെ അവിടെ വരെ പോണ്ട. അല്ലെങ്കിൽ ഇതേതാണ്ട് നമ്മുടെ കളർ കോമ്പിനേഷൻ തന്നെയാന്ന് തോന്നുന്നു. സെയിം അല്ലേ? ആ എന്താ ചെയ്യാ, നിങ്ങൾ വേറെയും പരീക്ഷിക്കട്ടാ. വേറെ കൊറേ മോഡലുകൾ ഉണ്ട്. എല്ലാവർക്കും നമ്മുടെ വീട്ടിലത്തെ മതി. ധന്യരെ വീട് കാണിച്ചപ്പോ കൊറേ പേർക്ക് അതിലത്തെ മതി. മാറില്ല. ആ പക്ഷെ ഇതിന്റെ ഒരു ഭംഗി വേറെ തന്നെയാട്ടാ. ഇവിടെ നിന്ന് കുറച്ച് നമ്മൾ പുതിയത് എടുത്തതാ. ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്തതാണോ? വർക്ക് ഏരിയ കുറച്ച് കൂടുതൽ എടുത്തു. വർക്ക് ഏരിയ അടിപൊളിയുണ്ട്. വർക്ക് ഏരിയ അടുക്കളേക്കളം ഭംഗി. വർക്ക് ഏരിയ ഒന്നുമില്ലല്ലോ ഇപ്പൊ. സെക്കൻഡ് കിച്ചൺ. സെക്കൻഡ് കിച്ചൺ. ആ ഇവിടെ ഇങ്ങനെ എടുത്തു അല്ലേ? ഷീറ്റ് അടിച്ച് ഇഷ്ടം പോലെ സ്ഥലമായി. ഇതിന്റെ ബാക്ക് മതിൽ പണി കണ്ടില്ലേ? ആ മതിൽ പണിയേണ്ട ആവശ്യമില്ല. ഇത് വെട്ടുകല്ല് അങ്ങനെ ചെത്തി എടുത്തുള്ളതാ. ചെത്തി എടുത്തിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ. എന്തിട്ടാ പുല്ല് വെച്ചിട്ട് ആ നല്ല പച്ചപ്പായി. അബിയും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാരാ ചെയ്ത? സുമേഷാണോ? അല്ല സനീഷ്. സോറി സനീഷ്. സനീഷ് സുമേഷിന് തെറ്റി എനിക്ക്. ഒരു കോമൺ ബാത്റൂം എടുത്തു. ബാത്റൂം ഇപ്പൊ എടുത്തതാ? ഉണ്ടായിരുന്നില്ല മുന്നേ ഉണ്ടായിരുന്നില്ല. ആ ബാത്റൂം ഒക്കെ നമ്മൾ വലുതാക്കി. ആ റൂമിന്റെ ഒക്കെ ബെഡ്റൂമിന്റെ നല്ല സൗകര്യം ഉണ്ടല്ലോ അടുക്കള. ആഗ്രഹമായിരുന്നു ഇത്. ആ ഉള്ളോ? ആവശ്യമില്ലല്ലോ. അപ്പൊ ഇവിടെ ഇരുന്ന് കഴിക്കാലോ. ആ വയറും കൊണ്ട് വലിച്ച് അന്ന് അവിടെ പണി വന്നതില്ലേ, കൊഴപ്പൊന്നുമില്ല. ഇത് മോശം തന്നെ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഈസിയാണല്ലോ കുടുംബക്കാരെ കൂടി അതിന്റെ തന്നെ ചെറുതാ. അതേപോലത്തെ ഗ്ലാസ് തന്നെയാന്ന് തോന്നുന്നു. കസ്റ്റമൈസ് ചെയ്തതാണോ? അല്ല, അത് രണ്ടും റെഡിമെയ്ഡ് മേടിച്ചതാണ്. ഇതും മേടിച്ചതല്ലേ? പണിപ്പിച്ചതാണല്ലേ. താഴെ 2 ബെഡ്റൂം. രണ്ട് ബെഡ്റൂം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് എക്സ്റ്റൻഷൻ ഒന്നും ചെയ്തില്ല. സെയിം തന്നെ ഫർണിഷ് ചെയ്തു. എനിക്ക് യാതൊരു പിടിയും കിട്ടില്ല. നമ്മള് സംഭവമായിരുന്നു. ഇതിപ്പോ ഓർമ്മയില്ല. ആ നല്ല വലിപ്പുള്ള ബാത്റൂമാക്കി. ഡ്രസ്സിംഗ് ഏരിയ. അത് ഫുൾ മിറർ. ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ ഇല്ല, ഫുൾ മിറർ. സാരി കൊടുക്കാനായിട്ട്. ആ ഇവിടെ മേക്കപ്പ് ചെയ്യാൻ. ഇവിടെ എന്നിട്ട് സാരി ഉടുക്കലായിട്ട് അവിടെ വന്ന് മേക്കപ്പ് ചെയ്യാൻ കാണാൻ പറ്റും. അതെ അതെ അതെ. കബോർഡ്. ഡോർ വെച്ച് കൊടുത്തു. അത് പണ്ട് പണിതിട്ടുള്ള വീടുകൾക്കൊക്കെ ഈ ബാത്റൂം 7 അടിയിൽ വാർന്നിട്ട് അതിന്റെ മോൾ ഭാഗം സ്റ്റോറേജ് ഉണ്ട്. ചിലരത് ഉപയോഗിക്കും. ഇവിടെയാണ് നമ്മള് മറ്റേ അതെ വീഡിയോയിലുണ്ട്. അതിനേക്കാളും കുറച്ച് ചെറുതത് അല്ലേ? ഇതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതൊക്കെ സെയിം വലിപ്പം തന്നെയല്ലേ? ഇത് സെയിം സൈസാ. പക്ഷെ ഈ കബോർഡ് എടുത്തു കൂടുതലായിട്ട് പണിതു അല്ലേ? ഫർണിഷ് ചെയ്തു ഫുൾ ആയിട്ട്. ഇന്റീരിയർ ഫുൾ ആയിട്ട് ചെയ്തു. ഇന്റീരിയർ ഫുള്ള് ചെയ്തു. പിന്നെ ഇത് ചെറിയ ബാത്റൂം ആയിരുന്നു. അത് നമ്മൾ അങ്ങോട്ട് നീട്ടിയെടുത്തു. അതുകൂടി കണക്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തു. അവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ. അവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് കേട്ടാ. അതൊരു ഫ്ലൂട്ടഡ് ഗ്ലാസ് എന്ന് പറഞ്ഞ സംഭവം. ഒരു മിറർ ഉണ്ട് ബാക്ക് കാണാൻ വേണ്ടിട്ട്. ശരി. പക്ഷെ ഇത് അതല്ല. ഇത് ഫ്ലൂട്ടഡ് ഗ്ലാസ് നമ്മൾ സ്വന്തം കൊണ്ട് ചെയ്യിച്ചതാ. എന്താണ്? അല്ല, പെട്ടെന്ന് മനസ്സിലാവുന്നത് ഭയങ്കര ഉപമകളാ ചേട്ടന്റെ. അതെ, ചേട്ടന്റെ ഉപമകള് വളരെ ലോക പ്രശസ്തമാണ്. ഗ്ലാസ് ഇടാൻ പറ്റിയത് കാരണം തെറ്റായല്ല. മേടിച്ച് കുറെ പണ്ടൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇതുണ്ടായിരുന്നില്ല. ഇത്
ഇത് ദേ മരം പേടിച്ചിട്ട് ചേട്ടൻ കയറിയത്. ഈ പർഗോള കൊടുത്തിട്ട് പിന്നെന്താ അതിന്റെ മുകളില് ഇതടിച്ചപ്പോ റൂഫ് അത് ഇത് അവിടെ നിന്ന് വന്നപ്പോ അടിച്ചു കൊടുത്ത, അതായത് ഇവിടെ വരെ വരുന്നുണ്ട് ആ എലിവേഷൻ. ചക്ക ഉണ്ടാവും കൊണ്ടുവയ്ക്കണമെന്ന് മാത്രം. അതന്നെ ഇതുപോലെ തന്നെ കൊണ്ടുവച്ചാൽ മതി. അപ്പൊ എന്നും അങ്ങനെ നിന്നോളും. അയൺ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. മടക്കിയിടാം. ഇത് കൊണ്ടുവന്നവരുടെ പഴയത്. അതെ ശരി. തുണി മാറ്റി ഇതൊക്കെ മാറ്റി, സീറ്റ് മൊത്തം മാറ്റി. ഇവിടെ മുകളിൽ ഒരു ബെഡ്റൂം അല്ലേ ഉള്ളൂ. നമ്മൾ കൂടുതൽ ഇന്റീരിയർ ചെയ്തിട്ടില്ല, റെഡിമെയ്ഡ് ഇട്ടെന്ന് മാത്രം. വെറുതെ ഇങ്ങനെ ഒരു സീലിംഗും ലൈറ്റിംഗും ഫിനിഷ് ചെയ്തു. കബോർഡ് ഒന്നും കൊടുത്തിട്ടില്ലേ? കബോർഡ് പിന്നെ മതി എന്ന് പറഞ്ഞ് മേടിച്ചു. ആ 2 പേരല്ലേ ഉള്ളൂ ഇവിടെ. ഇത് ഫുള്ള് വലിയൊരു ബാത്റൂം. മോള് ഇവിടെ വന്ന് വീടില്ല അവിടെ ചെറിയ സ്റ്റെപ്പ് ഉണ്ട്. അവിടെ മറ്റേ ഇത് വരാണ്ട് പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഇത് വലുപ്പത്തിലുണ്ടാക്കിണ്ടായിരുന്നു അവര്. നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ? ബ്ലൂ അവരുടെ ടേസ്റ്റാ. മോളുടെ അല്ലേ? മോള് പറഞ്ഞിട്ടല്ലേ ടൈലൊക്കെ ആരാ സെലക്ട് ചെയ്തേ? ഞങ്ങൾ മേരിച്ചും കൂടെ പോയിട്ട് പിന്നെ ഇത് പക്ഷെ മരിച്ച് ഇവിടെ ആളുണ്ടെങ്കിൽ ഒന്ന് തുറന്നു കേറില്ലല്ലോ അവരല്ലേ. ഭയങ്കര ടയർ ടൈറ്റ് ഉണ്ട്. പുറത്തൊക്കെ ഫിനിഷ് ചെയ്തു. ഇനി എന്താ പറയാ, അവര് ഇവിടെ വന്ന് സ്ഥിര താമസം ആവണ സമയത്ത് കവർ ചെയ്യാണ്ട് ഇവിടെയൊക്കെ ചെയ്താലാണ് നമുക്ക് ഏരിയ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സംഭവം അന്നത്തെ ഫംഗ്ഷൻ ഒക്കെ ഇവിടെ ചെയ്ത വൈകിട്ടുള്ള പരിപാടിയൊക്കെ ഹൗസ് വാമിംഗ് ഉണ്ട്. അങ്ങോട്ടും ഉണ്ട്. പറഞ്ഞത് എത്ര മാസത്തിനുള്ളിൽ അടുത്ത 9 മാസത്തിനുള്ളിൽ മാർച്ച് 18 എന്തോന്ന് പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ എനിക്കത് ഓർമ്മയില്ല. വീഡിയോ കണ്ടാലും അറിയുള്ളൂ. കൊല്ലാണ് പറയുന്നുള്ളൂ. അതെന്റെ മാത്രം കാരണമല്ലാത്ത എനിക്ക് പറയാം. കാരണം വേരിയേച്ച് പതുക്കെ മതി. അതെ, ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ മുകളില്. ഇതൊക്കെ ഡ്രസ് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിനുള്ള വാഷിംഗ് മെഷീനും ഏരിയേച്ച് വീട് പണിതിന് ശേഷം നോക്കിയ ആൾക്കാർ മുഴുവൻ സ്ഥലം വൃത്തിയാക്കി വിടുകയാണെന്ന് നല്ല വീട് വന്നപ്പോഴേ ആളുകൾക്ക് അപ്പുറത്തും പറമ്പുകൾ കിടക്കണവർക്ക് വൃത്തിയായില്ലാണ്ട് കിടക്കുമ്പോ സുഖം ഉണ്ടാവില്ല. അന്ന് കാടല്ലായിരുന്നത് ഈ അടുത്തത് വൃത്തിയാക്കിയത് ഞങ്ങക്ക് പണിയത്. ഇവിടെ അടിയിൽ നോക്കിയപ്പോ ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, പ്ലാവ്, തെങ്ങ് നന്നായി അടിപൊളി ഒക്കെ നീറ്റാക്കിണ്ട്. എന്തായാലും സൂപ്പർ. തിന്നാളതാവും. പേരക്ക അല്ല അപ്പുറത്തെ പേരയാ, നമുക്ക് അവകാശം പൊട്ടിക്കാൻ. അങ്ങനെയുള്ള ലെവലിക്കാണ് കണ്ണുടക്കാറേ. അത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടാ എന്നാലും ഞാൻ കിട്ടിയ അടിയുന്നു. അപ്പോൾ നമ്മൾ വീട് കണ്ടു. അപ്പോൾ ആൽവിനാണ് ഇതൊക്കെ ചെയ്ത് ഇതിനെ മാറ്റി മറിച്ചത്. എല്ലാവർക്കും നമുക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടാണ്. നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലാവും അതിന് വന്നേക്കണ മാറ്റം. അപ്പൊ വീട് കണ്ടപ്പോ ഞങ്ങൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഇപ്പോഴാ വരണേ. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. അമ്മ ഹൗസ് വാമിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ ഇന്ന് വന്നേനേട്ടാ. എൻ്റെ അമ്മയ്ക്ക് കാല് ഇങ്ങനെ നടക്കാൻ പോവെന്നും അച്ഛനമ്മയും പൂരപ്പറമ്പില്. അപ്പൊ ഇങ്ങനെ നടക്കുമ്പോ ഇങ്ങനെ മടങ്ങി. അപ്പോൾ കാല് മറ്റേ ബിനുവിന്റെ അവിടെ മരുന്നൊക്കെ കെട്ടിയിട്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് കാലിന് പരിക്ക് പറ്റും. അല്ലെങ്കിൽ അമ്മ ഇന്ന് വന്നേനെ. അപ്പോ അത് ഓണം വിഷു എന്ന് പറഞ്ഞ പോലെ അതെ. അപ്പോ ആൽവിന് വേറെ എന്തൊക്കെയോ ചില കാര്യങ്ങളും കൂടി നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടെന്ന് പറഞ്ഞോ. ഒന്നുമില്ല, നമ്മുടെ ഓഫീസിലേക്ക് കുറച്ച് റിക്രൂട്ട്മെന്റ് നടത്തും. അപ്പോൾ 3D വിഷ്വലൈസർ, സൈറ്റ് സൂപ്പർവൈസേഴ്സ്,
അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഇടയിൽ നമ്മുടെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ളവർ അയക്കുക സി വി ഒക്കെ അയക്കുക. അപ്പോൾ ഫോൺ നമ്പർ തരാം. അതെന്തായാലും ഉണ്ടാവില്ല. ഫോൺ നമ്പർ തരാം. അപ്പം ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടാ. അല്ല ഇറങ്ങല്ല, അതേ വാ വാ വാന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഞങ്ങൾക്ക് ചായ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടാ.